ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ നടുവിൽ ദൈവീയ ചിന്തയുമായി ഒരിക്കൽ കൂടി എനിക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. കൃപയെ വാച്ച് ചെയ്ത എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ അതേ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. ഒരു നിമിഷം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലും വലിയ അനുഗ്രഹവുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ വചന ശബ്ദത്തിലേക്ക് കടക്കാം. എനിക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 7 വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളക്കൊമ്പുകൾ വിടരാതിരിക്കില്ല, അതിൻ്റെ വേർ നിലത്തു പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് തളിർവിടും, കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു ഭാഗം നമുക്ക് സുപരിചിതമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് 14 അധ്യായം 7 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പറയാം, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും അതിൻ്റെ വേര് മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ തളിർവിടും. ഒരു വൃക്ഷമായിട്ട് ഒരു മനുഷ്യനെ ഉപമിക്കുന്നു. നമുക്കറിയാം ഇയ്യോബ് എന്നതായ ആ ഒരു മനുഷ്യനെ പറ്റി യഹോവയായ ദൈവം സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ചരിത്ര പുസ്തകങ്ങളിൽ പേരെഴുതി ചേർക്കപ്പെട്ടവൻ. ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അവന് കുടുംബത്തെ സംരക്ഷിക്കുന്നവൻ, ഒന്നിനും കുറവില്ലാത്ത ഒരു കുടുംബ പശ്ചാത്തലം. ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും അതേ മാനസികതയ്ക്കും ശാരീരികമായ മേഖലയ്ക്കകത്തും ഒരു കുറവുമില്ലാതെ അനുഗ്രഹത്തോടെ കടന്നുപോയ ഒരു കുടുംബത്തെ നമുക്ക് അവിടെ എടുത്ത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നു. ദൈവം അതെ സാക്ഷ്യപ്പെടുത്തിയ ഒരു കുടുംബ പശ്ചാത്തലമെന്ന് ഇയ്യോബിനുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ ദൈവത്തിൻ്റെ നമുക്കറിയാം ദൂതൻ എന്ത് ചെയ്തു, സാത്താൻ എന്ത് ചെയ്യുക, ഇവൻ്റെ ഭവനത്തെ ദൃഷ്ടിവെച്ചു. ഇവൻ്റെ ഭവനത്തെ ദൃഷ്ടിവെച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഭവനത്തെ ദൃഷ്ടിവെക്കുമ്പോൾ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ഭവനത്തെ ദൃഷ്ടിവെച്ചപ്പോഴത്തേക്ക് ഇയ്യോബിൻ്റെ ഭവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഇയ്യോബിൻ്റെ ഭവനത്തിനകത്തേക്ക് കയറാൻ കഴിയാത്ത ഒരു പ്രത്യേകത സാത്താൻ ദൈവത്തോട് പറയുന്നതായി കാണാൻ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ദൂതർ ഗണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ദൈവാത്മാവ് പറഞ്ഞു, ഇയ്യോബിനെ ദൈവം സാത്താൻ്റെ കരത്തിൽ കൊടുക്കുമ്പോൾ അവൻ കടന്നിറങ്ങിപ്പോകുന്ന പരീക്ഷാ കാലഘട്ടത്തിൽ ഇയ്യോബ് തൻ്റെ ഭക്തിയെ ത്യജിക്കത്തില്ലെന്നോ, തൻ്റെ ഭക്തിയെ മുറുകെ പിടിക്കുമെന്നോ, താൻ ദൈവത്തെ ത്യജിച്ച് പറയത്തില്ലെന്നോ ഉറപ്പായി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിനങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഒരുപാട് പ്രതിസന്ധിക്കകത്തൂടിയായിരിക്കാം, ഒരുപാട് പ്രതികൂലത്തിനകത്തൂടിയായിരിക്കാം. ദൈവത്തെ ത്യജിച്ച് പറയത്തക്കവണ്ണം മനുഷ്യരുടെ പുഷിങ്, മനുഷ്യൻ പറയുന്ന വാക്ക് ഒക്കെ നിന്നെ വല്ല ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ഞാൻ ആത്മാവിനൊരു കാര്യം പറയാം. ഇയ്യോബ് എന്ന വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പൊട്ടിയെപ്പോലെ സംസാരിക്കരുത്. അതിനർത്ഥം എന്നറിയാമോ, എൻ്റെ ദൈവം അറിയാതെ, അത് ഇയ്യോബ് പറയുന്നുണ്ട്, എൻ്റെ തലയിലൊരു മുടി കഴിയണമെങ്കിൽ ദൈവം അറിയാതെ പോകത്തില്ലെന്ന് പറയാൻ കഴിയുമ്പോൾ എത്ര പ്രതിസന്ധിക്കകത്തും എത്ര പ്രതികൂലത്തിനകത്തും ഉറച്ച തീരുമാനത്തോടെ ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് എത്ര പേർക്കൊന്ന് ആത്മാവിലൊന്ന് പ്രതികരിക്കാൻ കഴിയും. എൻ്റെ ദൈവം നന്മയ്ക്കായി ചെയ്തവന് തിന്മയ്ക്കായി ചെയ്തവനല്ലെന്ന്. നീ അനേകരെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നീ അനേകരെ എന്ത് ചെയ്യുക, ആ ബലപ്പെടുത്തുന്നു, നീ അനേകരെ ധൈര്യപ്പെടുത്തുന്നു. നിന്നിലേക്ക് വന്നപ്പോൾ നീ ക്ഷീണിച്ചു പോകുന്നു എന്നൊരു വചനമുണ്ട്. എന്ന് പറഞ്ഞാൽ നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തികരിച്ചിരിക്കുന്നു, വീഴുന്നവന് നിന്റെ വാക്ക് താങ്ങി, കുഴഞ്ഞ മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്ക് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ഇത് തൻ്റെ ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ നീ ഭയപ്പെടുന്നോ, നീ അനേകരെ ബലപ്പെടുത്തുന്നു. ഇതേ സാഹചര്യത്തിനകത്തൂടെ നീ കടന്നു പോകുന്ന ദൈവഭക്തന്മാരെ, ദൈവമക്കളെ പരിശുദ്ധാൻ വന്നു അനേകർ തകർന്നു പോകുമ്പോൾ, അനേകർ ക്ഷീണിച്ചു പോകുമ്പോൾ, അനേകർ കഷ്ടത അനുഭവിക്കുമ്പോൾ നമ്മുടെ വാക്ക്
പലപ്പോഴും താങ്ങും. പക്ഷേ അവനോനിലേക്ക് വരുമ്പോൾ ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന അവസ്ഥയുണ്ടെങ്കിലും ദൈവാത്മ പറയുന്നു, ക്ഷീണിക്കാത്ത, തളർത്തിക്കളയാത്തൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇയ്യോബ് പറയുന്നത്, ഒരു വൃക്ഷമായിരുന്നാൽ ഒരു പ്രത്യാശയുണ്ട്, അത് വെട്ടിയാൽ ദൈവാത്മാവ് നിന്നെ വെട്ടുകൊണ്ടവനാണോ, നീ വെട്ടുകൊണ്ടവളാണോ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിന്നെ വെട്ടുന്തോറും അനേക ശിഖരങ്ങൾ നിന്നിലൂടെ പുറത്തു വരും. നീ ഒറ്റയ്ക്കല്ല, നീ വൻ വൃക്ഷമായി തീരാ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ നിന്റെ ജീവിതത്തിനകത്ത് വെട്ടുകൊള്ളുന്നുണ്ടോ? ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് തകർച്ചകൾ ഉണ്ടാകുന്നുണ്ടോ? എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ? ദൈവാത്മാവ് ഇന്ന് ഈ സമയം വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് പ്രത്യാശ നൽകുന്ന ദൈവം. അത് നിന്റെ ജീവിതം തകർന്നു പോകില്ല കേട്ടോ. ദൈവത്തിൽ ആശ്രയിക്കുകയാണോ? തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, ക്ഷീണിച്ചു പോകാൻ അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്തപ്പാ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളേൽപ്പിക്കുന്നു. ഒരു വൃക്ഷമായിരുന്നാൽ ഒരു പ്രത്യാശയുണ്ട്, അത് വെട്ടിയാലും ഒരു അത് വേര് മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കും, തളിർവിടും. ഒരു തളിർവിട ഒരു ജനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ കർത്താവ്. ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെട്ട കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.